നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എബിഷ. സത്യപ്രതിജ്ഞ ചെയ്ത് ഭാരവാഹികൾ. CSI ദക്ഷിണ കേരള മഹായിടവകയുടെ വിവിധ ബോർഡുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ നവംബർ 26-ന് നടന്നു. അതോടൊപ്പം ബോർഡ് ഭാരവാഹികളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സും വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ റവറൻഡ് ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ അച്ഛന്റെ അധ്യക്ഷതയിൽ ജോയിന്റ് വൈസ് ചെയർമാൻ റവറൻഡ് സെബാസ്റ്റ്യൻ, മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ, ട്രഷറർ റവറൻഡ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് എന്നിവരും മറ്റു സഭാ ശുശ്രൂഷകരും വിവിധ ബോർഡ് പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടിയുടെ ലോഗോ പ്രകാശനം നടന്നു. CSI ദക്ഷിണ കേരള മഹായിടവകയും ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സും ചേർന്ന് നടത്തുന്ന ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടിയുടെ ലോഗോ പ്രകാശനം നവംബർ 25-ന് നടന്നു. ലോഗോ പ്രകാശന ചടങ്ങിൽ എല്ലാ സഭാ വിഭാഗത്തിലെ പ്രതിനിധികളും പങ്കെടുത്തു. വിവിധ ആത്മീയ സാമൂഹിക പ്രവർത്തനങ്ങളുടെയും കേരള ടൂറിസം വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 21 മുതൽ ജനുവരി 1 വരെ പാളയം LMS കോമ്പൗണ്ടിൽ വെച്ചാണ് വിപുലമായ പരിപാടികൾ നടക്കുന്നത്. മെഗാ ദീപാലങ്കാരം, 120 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ, 1000-ൽ പരം വിവിധ ഇനം പക്ഷികളുള്ള ബേർഡ്സ് ഗാർഡൻ, അമ്യൂസ്മെന്റ് പാർക്ക്, വ്യത്യസ്തമായ ഫുഡ് കോർട്ടുകൾ, വിവിധ സ്റ്റാളുകൾ എന്നിവ ഫെസ്റ്റിവലിൽ ഉൾക്കൊള്ളുന്നു. പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന പുതുമയാർന്ന പരിപാടികൾ എല്ലാ ദിവസവും മുഖ്യ സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്നതാണ്. വൈദികരുടെയും സഭാ ശുശ്രൂഷകരുടെയും മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നവംബർ 28-ന് നടന്നു. CSI ദക്ഷിണ കേരള മഹായിടവകയിലെ വൈദികരുടെയും സഭാ ശുശ്രൂഷകരുടെയും മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നവംബർ 28-ന് രാവിലെ 9:30 മുതൽ CSI കത്തീഡ്രൽ സഭയിൽ വെച്ച് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയോടുകൂടി നടന്നു. ദക്ഷിണ കേരള മഹായിടവക വൈസ് ചെയർമാൻ റവറൻഡ് ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ അച്ഛന്റെ അധ്യക്ഷതയിലാണ് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടന്നത്. ജോയിന്റ് വൈസ് ചെയർമാൻ റവറൻഡ് സെബാസ്റ്റ്യൻ, മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ, ട്രഷറർ റവറൻഡ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് എന്നിവരും മറ്റു നിരവധി വൈദികരും സഭാ ശുശ്രൂഷകരും വിമൻസ് വർക്കേഴ്സും കോൺഫറൻസിൽ പങ്കെടുത്തു. CSI ദക്ഷിണ കേരള മഹായിടവകയുടെ ചരിത്രത്തിന്റെ നാഴികക്കല്ലുകൾ ഘട്ടം ഘട്ടമായി അറിയുവാൻ ദക്ഷിണ കേരള മഹായിടവക സഭാ ചരിത്രത്തിൽ എന്ന റവറൻഡ് ജെ ആൻഡ്രൂസിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. നവംബർ 28-ാം തീയതി നടന്ന സഭാ ശുശ്രൂഷകരുടെയും വൈദികരുടെയും മിനിസ്റ്റീരിയൽ കോൺഫറൻസിൽ വൈസ് ചെയർമാൻ റവറൻഡ് ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ അച്ഛനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. പുസ്തകം ഏറ്റുവാങ്ങിയത് മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീണാണ്. ക്രിസ്തുവിന് മുൻപും പിൻപുമുള്ള മതപഠനം, ദക്ഷിണ കേരള മഹായിടവകയുടെ ചരിത്ര പഠനം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പുസ്തകമാണ് രചിച്ചിട്ടുള്ളത്. പുസ്തകത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി റവറൻഡ് ജെ ആൻഡ്രൂസ് അച്ഛൻ നമ്മോടൊപ്പം ചേരുന്നു. ദക്ഷിണ കേരള മഹായിടവക സഭാചരിത്രത്തിൽ എന്നുള്ള ഒരു ഗ്രന്ഥം രചിക്കുവാൻ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എന്നെ സഹായിച്ചു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ചരിത്രത്തിൽ വലിയ സ്ഥാനം ഇല്ലായിരുന്ന നമുക്ക് ചരിത്രമുള്ള ഒരു ജനമാക്കി തീർത്തത് LMS മിഷണന്മാരുടെ ആഗമനത്തോടുകൂടെയാകുന്നു. മിഷണന്മാർ സ്ഥാപിച്ചതായ സഭകൾ പിന്നത്തതിൽ ഒരു മഹായിടവകയായിട്ട് രൂപീകരിക്കപ്പെടുവാനും ദക്ഷിണ കേരള മഹായിടവക എന്നുള്ള ഒരു വലിയ മഹായിടവയെ ദൈവം നമുക്ക് ദാനമായി നൽകി. മഹായിടവയിലൂടെ വിവിധ തലങ്ങളിലുള്ള നന്മകൾ അനുഭവിച്ച് വിദ്യാസമ്പന്നരായി ഔദ്യോഗിക തലങ്ങളിലും മറ്റ് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വളർന്നു വരുവാനും ദൈവം സഹായിച്ചു. കേരള ചരിത്രം പഠിക്കുമ്പോൾ നമ്മെക്കുറിച്ച്, നമ്മുടെ ജനത്തെക്കുറിച്ച് വലിയ പരാമർശങ്ങളൊന്നും തന്നെ ആരും നിർവഹിച്ചിട്ടില്ല. നമുക്ക് ചരിത്രം ഉണ്ടായത് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിലൂടെയാണ്. നമ്മുടെ സഭയായി വളർന്ന ശേഷമാണ് നാം തന്നെ ആ ചരിത്രം രചിച്ചത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സഭയുടെ ചരിത്രം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ മഹായിടവകയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങളിൽ പൂർണ്ണമായി നിൽക്കുവാനും നമുക്ക് ആ വിശ്വാസത്തിൽ വളരുവാനും കഴിയുകയുള്ളൂ. ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയതായ നൽകി നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുന്നതായ ഈ പുസ്തകം നിങ്ങൾക്ക് വായനയ്ക്കും അതിലുള്ള പൊതുവായിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കുന്നതിനും നിങ്ങളെ വളരെയധികം സഹായിക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല. അത് നിങ്ങളുടെ വായനയ്ക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. CSI ദക്ഷിണ കേരള മഹായിടവകയുടെ വിമൻസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നു. വിമൻസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈൻ, വേഫർ, അച്ചാർ തുടങ്ങിയവ തുച്ഛമായ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നു. ആവശ്യമുള്ളവർ LMS-ൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ എന്നിവയും വിമൻസ് ഫെലോഷിപ്പിന്റെ കീഴിൽ നടത്തുന്നു. സഭാതലത്തിലോ ഏതെങ്കിലും പ്രോഗ്രാമുകളോ മാരേജ് ഫംഗ്ഷനോ നടത്താൻ താല്പര്യമുള്ളവർ കോൺഫറൻസ് ഹാളും മിനി കോൺഫറൻസ് ഹാളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അതോടൊപ്പം ഭക്ഷണത്തിനുള്ള സൗകര്യവും ഹാളിൽ ഒരുക്കുന്നുണ്ട്. കൂടാതെ കാരുണ്യ ഫാൻസി സെന്റർ എന്ന പേരിൽ സഭയിലെ അൾത്താരയ്ക്ക് ആവശ്യമായ കർട്ടനുകൾ, മറ്റ് ആവശ്യ സാധനങ്ങൾ, ഹാൻഡ്മെയ്ഡ് വസ്തുക്കൾ വിൽക്കുന്ന ഫാൻസി സെന്റർ പ്രവർത്തിക്കുന്നു. ആവശ്യമുള്ള ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങേണ്ടതാണ്. CSI ദക്ഷിണ കേരള മഹായിടവകയിലെ വിവിധ സഭകളിലെ ഓഡിറ്റ് സബ്മിറ്റ് ചെയ്യാത്ത സഭ ഡിസംബർ 1 തിങ്കളാഴ്ചയ്ക്ക് മുമ്പ്
ഓഡിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണെന്ന് മഹായിടവക അറിയിക്കുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.